عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين. أوصيكم وإياي أولا بتقوى الله. സ്നേഹം നിറഞ്ഞ ഷെൽട്ടറിൻ്റെ ഇതിൽ സംബന്ധിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ സൂക്ഷിച്ചു ജീവിക്കുവാൻ, അത് രാത്രി എന്ന പകലെന്ന വ്യത്യാസമില്ലാതെ, വീട്ടിൽ ഒറ്റയ്ക്കാണോ കുടുംബത്തോടൊപ്പമാണോ എന്ന വ്യത്യാസമില്ലാതെ ശ്രദ്ധിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളിന്ന് കുറച്ചധികം ആളുകൾ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളുടെയും എല്ലാ പ്രയാസങ്ങൾക്കും ഒരു പരിഹാരവും, ഇനി പരിഹാരം ഈ ഭൂമിയിലില്ലാത്ത പ്രശ്നങ്ങളുള്ളവർക്ക് ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരു ക്ലാസ് കഴിഞ്ഞു, പുതിയ ആളുകളുണ്ട് കൂട്ടത്തിൽ. അപ്പോൾ നിങ്ങൾ ഒന്ന് പരിചയപ്പെടണം. പരിചയപ്പെടേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്ന് പേര് ചോദിക്കുക, ഏത് ബസ്സിനാണ് വീട്ടിൽ നിന്ന് വന്നത്, ആദ്യത്തെ ബസ്, നാട്ടിൽ കൂടെ പോണ ബസ്സിൻ്റെ പേരറിയാമെന്നറിയാലോ, അത് മാത്രം, അതിൻ്റെ സമയം ഒന്ന് ചോദിക്കുക, ഒന്ന് എണീറ്റിക്ക്, അത്രമാത്രം. ഒന്ന് പേര് ചോദിക്കുക. വീടിൽ നിന്ന് നിങ്ങൾ ആദ്യമായി ഓട്ടോ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഓട്ടോ എടുത്തിട്ട് ആദ്യം കയറിയുന്ന ബസ്, അത് സാധാരണ കയറുന്ന ബസ്സായിരിക്കുമല്ലോ, അതിൻ്റെ പേര് എത്ര ആൾക്ക് അറിയുന്നു നോക്കുക. നിങ്ങൾ അവളോട് ചോദിച്ചോളി, ഒരു തമ്മിൽ ചോദിച്ചോളും, പ്രശ്നമില്ല. ശരി, മതി. ഒരു ബസ്സല്ലേ ആദ്യം കയറുള്ളൂ. ഒരു ബസ് കയറിയാൽ മതി, കുറേ ബസ് കയറണ്ട. ഇതിൽ ബസ്സിൻ്റെ പേര് പറയാൻ കിട്ടിയവരൊന്ന് കൈവന്തിക്ക്. ശരി, ഇനി നിങ്ങളെ മൊബൈലിൻ്റെ പേര് കിട്ടുന്നവരൊന്ന് കൈവന്തിക്ക്. ഏത് കമ്പനിയാണ്? ആ, എണ്ണം കൂടൂലേ?
കൂടും. നിങ്ങൾ മൊബൈൽ യൂട്യൂബ് തുറക്കുമ്പോൾ ആദ്യം വരുന്ന വീഡിയോ ഏത് ഏരിയയുമായി ബന്ധപ്പെട്ടായിരിക്കും? അതൊന്ന് കയ്യന്തിച്ചാണ്. പാട്ടാണെങ്കിൽ പാട്ട്, അങ്ങനെ ഉണ്ട്, യൂട്യൂബിൽ അങ്ങനെ ഉണ്ട്. സ്ഥിരമായി കാണുന്ന ഏത് കമൻ്റാണോ യൂട്യൂബിൽ കൊടുക്കുന്നത് ആ മൊബൈലെടുത്ത് നോക്കിയാൽ മതി, അയാൾ എന്താണ് കാണുകയെന്നറിയാം. യൂട്യൂബ് ഇങ്ങോട്ട് പറഞ്ഞുതരും. സ്ഥിരമായി ഒരു പ്രസംഗം കേൾക്കുന്ന വ്യക്തിയുടെ യൂട്യൂബിൽ ആദ്യം വരുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും. ശരി, അത് ഞാൻ കൂടുതൽ ചോദിക്കണില്ല. നമ്മൾ ഷെൽട്ടറിൽ നിന്ന് കിട്ടുന്നത് മുടക്കണമില്ല. ഏതായിരുന്നാലും സാധാരണ നമ്മൾ കേൾക്കുന്ന ആളുകളുണ്ട്, ഇനി സംസാരിക്കരുത്, ബസ് പോയി, ഇനി സംസാരമല്ല കേട്ടോ. മറ്റേ പരലോകം പറഞ്ഞ മാതിരി ബാക്കിലിരിക്കണവരെ വരെ ഇവിടെ നിന്ന് കാണാം. അപ്പോൾ എനിക്ക് പേരറിയില്ലെങ്കിലും തട്ടത്തിൻ്റെ നിറം പറയാൻ പറ്റും. അപ്പോൾ അത് മോശമാവും. അപ്പോൾ നിങ്ങൾ സംസാരിക്കണ്ട. ഞാൻ സംസാരിക്കാൻ അവസരം തന്നെന്ന് വെച്ചാൽ ആ ഉറക്കൊന്നും എന്ത് ചെയ്യണം, ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നേരം വെളുത്ത് കിടക്കപ്പായിൽ നിന്ന് എണീക്കുമ്പോൾ നമ്മൾ മുഖം ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മിയിട്ട് ഉറക്കത്തെ ഒഴിവാക്കൂലേ? അതിന് കൂലി ഉണ്ടാകുമോ അള്ളാൻ്റെ അടുത്ത് നിന്ന്? ആ പ്രവൃത്തിക്ക് കൂലി ഉണ്ടാകുമോ? ഉണ്ട് എന്നുള്ളവരൊന്ന് കയ്യൊന്തിക്ക്. അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. വെറുതെ ഞാൻ ചോദിക്കുമ്പോൾ കൂലി ഉണ്ട് എന്ന് കരുതിയിട്ട് ചോദിച്ചാന്നല്ല, അറിഞ്ഞിട്ട്. അല്ല, അതിനെക്കുറിച്ച് ഇതുവരെ കേൾക്കാത്തവരൊന്ന് കയ്യൊന്തിക്ക്. സത്യസന്ധമായിട്ട് പ്രാർത്ഥന ചൊല്ലിയ കൂലിയുണ്ട്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദ മാ മാതനാ വഇലൈഹി നുശൂർ എന്നുള്ള പ്രാർത്ഥന, അതല്ല ഞാൻ ചോദിക്കുന്നത്. ഈ കണ്ണൊക്കെ തിരുമ്മി ഉറക്കത്തെ തട്ടിക്കളയുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവുമല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കണ്ണ് തിരുമ്പുമ്പോൾ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതാണ് എന്ന രൂപത്തിൽ ചെയ്താൽ എന്ത് കിട്ടും? കൂലി കിട്ടും. മനസ്സിലാകണ്ടോ? ഇത് ഈ ഷെൽട്ടറിന് വന്നിട്ടില്ലെങ്കിൽ എത്ര വയസ്സായി നമുക്ക്? 35, 40, 45, 50 ഒക്കെ അല്ലേ? 50 കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മൾ കേൾക്കാത്ത പലതുണ്ട്. ഞാനിത് കേട്ടത് ഖുതുബ പറയണോണ്ട് ഞാൻ അങ്ങനെ റെഫർ ചെയ്തപ്പോൾ ഞാൻ കണ്ടതാ. എന്ന് പറഞ്ഞാൽ കണ്ണും കാതും എല്ലാം തുറന്നു വെച്ച് ഈ ലോകത്തേക്ക് നോക്കിയാൽ അറിയാത്ത പലതും നമുക്ക് പുതിയ അറിവുകൾ കിട്ടും. അപ്പോൾ അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഏതായിരുന്നാലും എൻ്റെ വിഷയത്തിൽ ഇന്ന് തന്നെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നജാത്തി ഏത് ചാപ്റ്റർ എടുത്തത് ഓർമ്മയുണ്ടോ? അറിയോ? 10 ഫുള്ളായോ? 11 ആയില്ലേ? തുടങ്ങിയില്ലേ? 10 കഴിഞ്ഞിട്ടില്ലേ? ശരി, ഞാനുള്ളത് 10 തന്നെയാണ് തോന്നുന്നു അല്ലേ? കാരണം അദ്ദേഹം പോകുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ പോകാനേ അനുവാദമുള്ളൂ. എഞ്ചിന് നജാത്തിയാണ്, നമ്മളതിൻ്റെ ബാക്കിൽ പോകണം പോവുകയാണ്. അപ്പോൾ എഞ്ചിൻ നിർത്തി നമ്മൾ നിർത്തണം, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പോകണം. അങ്ങനെയാണ് ആദ്യം കിട്ടിയ നിർദ്ദേശം. അതിൻ്റെ കാരണം എന്നറിയോ? അത് വിശ്വാസപരമായ കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ചാപ്റ്ററിനനുസരിച്ച് ഇതുകൂടി കൂട്ടത്തിൽ പോകണമെന്ന ആഗ്രഹം. നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ച ഹദീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചാപ്റ്റർ ഏത് വിഷയമാണ് അതിൽ പറഞ്ഞിരുന്നത്? കൂടുതൽ ചോദിക്കണില്ല, കാരണം എല്ലാ ആളുകളും ഒരുമിച്ച് മിക്സായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം കിട്ടൂല. അപ്പോൾ ചില ആളുകൾ ചേരുക, അതുകൊണ്ടായിരിക്കും, അതുകൊണ്ടല്ല എന്ന് ചോദിക്കുമ്പോൾ ഏകദേശമൊക്കെ ഇതേമാതിരി തന്നെയാണ് മറുപടി. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മാസത്തിന് ശേഷമാണ് വീണ്ടും വരുന്നത്. നമ്മൾ വീണ്ടും ചെന്നാൽ പിന്നെ ഉള്ളി അരിയണം, തക്കാളി മുറിക്കണം, മഞ്ഞപ്പൊടി ഇടണം, മുളക്. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവും നാളെ ഇന്ന് രാത്രി എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്. പച്ചക്കറി കിറ്റ് ഇന്ന് പച്ചക്കറി കിറ്റ് ഇവിടെ ഉണ്ടല്ലേ, അതുകൊണ്ട് പിന്നെ പച്ചക്കറിക്കട നമ്മുടെ മനസ്സിലുണ്ടാവില്ല, പലചരക്കട ഇപ്പോൾ മനസ്സിലേറ്റി നടക്കുന്നുണ്ടാവും. അപ്പോൾ ഏതായിരുന്നാലും മരിക്കണ വരെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ മരിക്കണതിൻ്റെ മുമ്പ് ആഖിറത്തിന് വേണ്ടി സ്വമേധയാ വല്ലതും ചെയ്താൽ അവനവന് ഉണ്ടാകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ഇന്ന് ആരാണ് നോമ്പുകാരനായി എണീറ്റത്? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ. ഇന്ന് ആരാണ് ഒരു ജനാസയെ പിന്തുടർന്നത്? മയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരാണ് ഇടപെട്ടത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ. ഇന്ന് ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ. ഇന്നാരാണ് ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകിയത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ.
ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് ചേർന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടാനുള്ള പല കാരണങ്ങൾ ചിലത് ഒരുമിച്ച് വരുമ്പോൾ ആ മനുഷ്യന് കൂടുതൽ സന്തോഷിക്കാൻ വകയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് നോമ്പ് നോൽക്കണം. നോമ്പ് നോൽറ്റ അന്ന് മറ്റൊരു പാവപ്പെട്ടവനെ ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുക. 2 കാര്യമായി. നോമ്പ് തുറപ്പിക്കൽ, ഒരു രോഗിയെ നമ്മൾ എന്ത് ചെയ്യുക? സന്ദർശിക്കുക. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യേണ്ടി വരും. ദുനിയാവിൻ്റെ ഏതെങ്കിലും ഒരു വിഷയം, നമ്മുടെ കുട്ടികളൊക്കെ വളർന്ന് വലുതായി +1 സീറ്റ് കിട്ടണം, പറയുന്ന സ്ഥലത്ത് ഓടിയെത്തും. നമ്മൾ എത്തൂലേ? നോമ്പാണെങ്കിലും എത്തും, നോമ്പല്ലെങ്കിലും എത്തും. അപ്പോൾ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞെടുത്ത് അവസാനത്തെ യാത്രക്ക് മുമ്പ് തയ്യാറാക്കി വെക്കേണ്ട ചില സാധുകൾ, പാതേയങ്ങൾ, യാത്രക്ക് വേണ്ട ചില വിഭവങ്ങൾ അറിഞ്ഞു തയ്യാറാക്കണം. അത് അലസമായിരുന്നാൽ എവിടെ നിന്നും കിട്ടുകയില്ല. കാരണം ദുനിയാവിൻ്റെ പ്രത്യേകത, ചെക്കൻ പഠിച്ചിട്ടില്ലെങ്കിലും കൊണ്ടുപോയി +1 നമ്മൾ ചേർത്തിയേ അടങ്ങുള്ളൂ. ആഖിറത്തിൽ നമുക്ക് ഇഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും വേറൊരാളെ പിടിച്ച് നമുക്ക് സ്വർഗത്തിലോ നരകത്തിലോ ആക്കാൻ പറ്റൂല. അവനവൻ്റെ കർമ്മം മാത്രം. ഒപ്പം കിടന്ന ഭർത്താവിനോ ഭാര്യക്കോ, ഒപ്പം ജീവിച്ച ഉപ്പക്കോ ഉമ്മക്കോ, ഏറെ സ്നേഹിച്ച തൻ്റെ മക്കൾക്കോ, തൻ്റെ പിതാവിനോ മാതാവിനോ ഒന്നും അവിടെ ഒരു റോളുമില്ല. ഞാൻ ചെയ്താൽ അവനവനുണ്ട്. അപ്പോൾ നോമ്പ് നോൽക്കുന്ന ഒരാൾ അറിഞ്ഞുകൊണ്ടൊരു പാവപ്പെട്ടവനെ ഭക്ഷണത്തിന് ക്ഷണിക്കുക. 2 കാര്യമായി. അന്ന് എന്തായാലും ആ നാട്ടിലൊരു രോഗി ഉണ്ടാവും. ഏതൊരു നാട്ടിലും സാധാരണ നിലക്കൊരു രോഗി ഉണ്ടാകും. അവിടെ രോഗിയെ സന്ദർശിക്കുക. ഇനിയിപ്പോൾ ആകെയുള്ളത് ഒരു മയ്യത്ത് നിസ്കാരം. അതിനിപ്പോൾ എന്താ ചെയ്യുക? മരിച്ചിട്ടില്ലെങ്കിൽ കൊന്നിട്ടാണെങ്കിലും നിസ്കരിച്ചണോ? വേണ്ട. എവിടെയെങ്കിലും മരണം നടന്നത് കേട്ടാൽ അവിടെ പോയി നിസ്കരിക്കുക. അപ്പോൾ 4 കാര്യങ്ങളും ഇങ്ങനെ പ്ലാൻ ചെയ്ത് ആഖിറത്തിൽ വരുന്ന ആളുകൾക്കാണ് സ്വർഗം. ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങളും സ്വർഗത്ത് പോകുമോ? ഇല്ല. എല്ലാ മുസ്ലിങ്ങൾക്കും സ്വർഗമില്ല. മുസ്ലിങ്ങളിൽ തന്നെ മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനീങ്ങളിൽ തന്നെ മുത്തഖീങ്ങൾക്ക്. മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ പോകും. നരകത്തിൻ്റെ ശിക്ഷയ്ക്ക് കഴിഞ്ഞാൽ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ കിട്ടിയതിന് ശേഷം മുഅ്മിൻ എന്തായാലും സ്വർഗത്തിൽ പോകും. പക്ഷെ മുത്തക്കിയുടെ പ്രത്യേകത, ചെറുതും വലുതുമായ തെറ്റുകളെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തക്കി ഇൻഷാ അല്ലാഹ് നേരിട്ട് സ്വർഗത്തിലായിരിക്കും. അതാണ് മുത്തക്കി എന്നുള്ളത്. മുഅ്മിനേക്കാട്ടിൽ ഒന്നുകൂടി പദവി കൂടുതലാണ്. എല്ലാവരും മുഅ്മിനീങ്ങളാണ്. എല്ലാവരും മുത്തക്കീങ്ങളാകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തേ കാരണം? കണ്ണിനെ നിയന്ത്രിക്കണം, ചെവിയെ നിയന്ത്രിക്കണം. ഇനി ഒന്നുമില്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഇന്ന് പണ്ട് കാലങ്ങളിൽ പറഞ്ഞിരുന്നു മനസ്സ് നന്നായ മനുഷ്യൻ നന്നായി. ഇന്നതുപോലെ മനസ്സും നന്നാകണം, മൊബൈലും നന്നാകണം. മനുഷ്യന് നന്നാകണം, മൊബൈലും നന്നാകണം. രണ്ടും നന്നായാലും ഒരു മനുഷ്യന് നന്നാവുള്ളൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസിൻ്റെ തുടർച്ചയിലേക്ക് പ്രവേശിക്കുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൻ്റെ വിശദീകരണങ്ങളിലൂടെയാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കൂടുതൽ വിശദമായ സംസാരത്തിലേക്ക് പോകുന്നില്ല. ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്നതാണ്. ഒരിക്കലെങ്കിലും പുസ്തകം വായിക്കുന്ന, മാസത്തിൽ ഒരാഴ്ച 7 ദിവസം പുസ്തകം വായിക്കുന്ന എത്ര ആളുണ്ട് ഇവിടെ? സാധ്യത കുറവാണ്, വെറുതെ ചോദിക്കുകയാണ്. 6, 5 ദിവസം വായിക്കുമോ? 2 ആൾ. 4, 3, 2, 3 ദിവസം വായിക്കും. 3 ദിവസം വായിക്കും. 1 വിട്ടാൽ 3 അല്ലേ? 2 ദിവസം വായിക്കും. 1 ദിവസം ശരി. അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് ഒരിക്കലെങ്കിലും ക്ലാസ് ഇല്ലാത്തന്ന പുസ്തകം തൊട്ടോലൊന്ന് കയ്യൊന്നിച്ചാണ്. സത്യം പറഞ്ഞാൽ മതി. ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കണില്ല. ഇനി എന്താ ചോദിക്കുക? ഇവിടെ വന്നിട്ട് പുസ്തകം തൊട്ട ആളുകൾ എന്ന് ചോദിക്കാൻ എനിക്ക് ചെറിയൊരു പ്രയാസമുണ്ട്. ഇവിടെ വന്നിട്ടും തൊടണില്ല, ഇവനെന്ത് ചെയ്യുക? ക്ലാസ് ഇല്ല അന്നെങ്കിലും പുസ്തകം തൊടണ്ടേ? ഇന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട്, ഞാൻ കുട്ടികളോടൊക്കെ പറയാറുള്ള എന്താ അറിയോ, കൂടുതൽ വായിക്കണ്ട. കാരണം അവിടെ ഒന്നും വായിക്കാത്ത കുട്ടികളാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അവരെ ഫസ്റ്റ് സ്റ്റെപ്പ് നിലയ്ക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പക്ഷേ പിന്നെ മഴ റെഡ് അലർട്ട് ഇപ്പോൾ സ്കൂളില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ച, നാളെ ചെന്ന് ചോദിക്കണം. 2 ക്ലാസ്സിലാണ് പറഞ്ഞത്. 1 മണിക്കൂർ നിങ്ങൾ വായിക്കുക. 1 മണിക്കൂർ വായിച്ചാൽ മാത്രം മതി, പഠിക്കണ്ട.
കാരണം വായിക്കാത്ത കുട്ടികളോടല്ല പറയണത്, പഠിക്കുന്ന കുട്ടികളോടല്ല. ഇനി അത് കേട്ടിട്ട് ഭയങ്കര മോട്ടിവേറ്റഡ് ആകണ്ട. പഠിക്കുന്ന കുട്ടി കൂടി പോരാൻ പഠനം നിർത്തി വായന മാത്രമാക്കണ്ട. അപ്പോൾ 1 മണിക്കൂർ വായിക്കണം. 2 ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഞാൻ പറയുന്നത് വായന എന്നുള്ളത് നിർബന്ധമാണ്. ഇല്ല എങ്കിൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം ഞാനിവിടെ വന്നിട്ട് വെറുതെ സംസാരിക്കല്ല, ഞാൻ അവിടുന്ന് വന്നിട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ ഇതിൽ നോട്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ ഹദീസ് വെച്ച് വായിച്ചാൽ മതി, അറബിൻ്റെ അർത്ഥം അറിയണതുകൊണ്ട് എനിക്കറിയാം കുറച്ചൊക്കെ. പക്ഷെ എന്നാലും ഒന്ന് റെഫർ ചെയ്ത് വന്ന് നിങ്ങളുടെ മുമ്പിൽ എണീറ്റ് നിൽക്കുമ്പോൾ അതൊരു ധൈര്യമാണ്. അതുകൊണ്ട് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും കയ്യിലുള്ള പുസ്തകമെങ്കിലും നമ്മളൊരിക്കൽ വായിക്കാനും തയ്യാറാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളിലേക്ക് സൂചന നൽകിയത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചത് നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആ മയ്യത്ത് നമസ്കാരം, അതിനെ കഫൻ ചെയ്യൽ, അതിനെ കുളിപ്പിക്കൽ, അതുമായി ബന്ധപ്പെട്ട മറമാടൽ, ഇത് നിർവഹിക്കൽ നിർബന്ധമാണ്. ആ നാട്ടിൽ ആരും അത് ചെയ്തിട്ടില്ല എങ്കിൽ അവിടെയുള്ള എല്ലാ മുസ്ലിമീങ്ങളും കുറ്റക്കാരാണ്. അതിനാണ് പറയുന്നത് ഫർളു കിഫായ എന്ന് പറഞ്ഞാണ്. ഫർളു കിഫായ 2 തരം ഫർളുണ്ട്. ഒന്ന് ഫർളു ഐനാണ്, മറ്റൊന്ന് ഫർളു കിഫായയാണ്. ഫർളു ഐൻ എന്ന് പറയുന്നത് നിസ്കാരം പോലെ, അതുപോലെ തന്നെ നോമ്പ് പോലെ, ഹജ്ജ് പോലെ, സക്കാത്ത് പോലെ ഓരോ മനുഷ്യനും നിർബന്ധമായ കർമ്മമാണ് ഫർളു ഐൻ. അത് ബാപ്പ എടുത്തത് കൊണ്ട് മകന് കിട്ടൂല, മകനെടുത്തത് കൊണ്ട് ബാപ്പാക്ക് കിട്ടൂല, ഭാര്യ എടുത്തു എന്നതുകൊണ്ട് ഭർത്താവിന് കിട്ടില്ല, ഭർത്താവ് എടുത്തു എന്നതുകൊണ്ട് ഭാര്യയ്ക്ക് കിട്ടില്ല. നിസ്കാരം ബാപ്പ നിസ്കരിച്ചതുകൊണ്ട് മക്കൾക്ക് രക്ഷയില്ല. അതുപോലെ തന്നെ നോമ്പ് ഉമ്മ എടുത്തത് കൊണ്ട് ബാപ്പാക്ക് രക്ഷയില്ല. വ്യക്തിപരമായി എടുക്കേണ്ട ഫർളുകൾക്കാണ് ഫർളു ഐൻ എന്ന് പറയുന്നത്. എന്നാൽ ഒരു നാട്ടിലൊരാൾ മരിച്ചു, എല്ലാവരും അത് തിരിഞ്ഞു നോക്കുന്നേയില്ല, ആരും തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ അവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളും കുറ്റക്കാരാണ്. അതിനിടയ്ക്ക് ഒരാൾ വന്നിട്ട് ഇതെല്ലാം ചെയ്തു, എല്ലാവരും രക്ഷപ്പെട്ടു, ചെയ്ത ആളുകൾക്ക് കൂലിയും കിട്ടി. അതാണ് വ്യത്യാസം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും, അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. അബൂ ഹുറൈറ എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ഒറിജിനൽ പേരെന്താ? പണ്ട് ചോദിച്ചു സമ്മാനം വാങ്ങിയ ആളൊക്കെ ഇവിടെ ഉണ്ടാവും. ഞാനാ ചോദിച്ചിരിക്കുന്നത്. അബ്ദുറഹ്മാൻ. എന്താ പേര്? അബ്ദുറഹ്മാൻ എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉത്തരവാദിത്തങ്ങൾ 5 എണ്ണമാണ്. ഒരു ഹദീസിൽ 6 എണ്ണമാണ് എന്ന് വിശദമായ ഒരു ഹദീസിൽ കാണുവാൻ സാധിക്കും. ഇതിൽ 5 എണ്ണമാണ് എണ്ണീട്ടുള്ളത്. മറ്റൊന്നുകൂടി ചേർത്തിട്ട് 6 എണ്ണമായി നമുക്ക് മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും. ഇതിൽ നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്ത ഹദീസാണ് വായിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, റദ്ദുസ്സലാം, ഒരാൾ സലാം പറഞ്ഞാൽ മടക്കൽ ബാധ്യതയാണ്. ശരിക്കും മനസ്സിലായിക്കോളി. ഈ കുയിന്തും പൂരൊക്കെ ആയിട്ട് അയലൊക്കെക്കാരായിട്ടൊക്കെ ഇങ്ങനെ മുണ്ടാതക്കണ കുറേ ടീമുണ്ടാവും. ഇവിടെ ഉണ്ട് എന്നല്ല, നിങ്ങളൊക്കെ നല്ല ആൾക്കാരാ. നാത്തും പോരില്ല, അയൽവക്ക പോരില്ല, അമ്മായിമ്മ പോരില്ല, ഒരു പോര് നമ്മളെ മനസ്സിലില്ല. ഇവിടെ ഇരിക്കണമല്ലോ. അങ്ങനെ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആണെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ സലാം പറഞ്ഞാലും ഓളൊരു സലാമേ, ഇത്രയും കാലം ഉണ്ടാതെ അപ്പോഴാണ് ഒരു സലാമെന്ന്. അപ്പോഴേക്കാരാ പോകത്തിന് തോന്നിയതൊന്ന് സലാം പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ മറുപടി എന്ന് വെച്ചാൽ ഇത്രയും കാലം ഉണ്ടാതെ അപ്പോഴാണ് ഓളൊരു സലാമ്. അതോടുകൂടി ആ സലാം തിരിച്ചെടുത്തോള് പോയി. സലാം പറയൽ സുന്നത്താണ്. സലാം പറയൽ സുന്നത്താണ്. പറഞ്ഞ സലാമിന് മടക്കൽ നിർബന്ധമാണ്. മനസ്സിലായിക്കോളി. സലാം പറയൽ സുന്നത്താണ്, പറഞ്ഞ സലാം മടക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഒന്നാമത്തെ ബാധ്യത റദ്ദുസ്സലാം, ഒരാൾ സലാം പറഞ്ഞാൽ മടക്കണം. വഇയാദത്തുൽ മരീദ്, ഒരു രോഗിയുണ്ടെങ്കിൽ സന്ദർശിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. നമ്മുടെ വീട്ടിലോ നാട്ടിലോ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ രോഗിയെ സന്ദർശിക്കുക. രോഗിയെ സന്ദർശിക്കുക, അത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചില്ലേ? നാലാമത് ചോദിച്ചത് ആരാണ് രോഗിയെ സന്ദർശിച്ചത്? അതിവിടെ വിശദീകരിക്കും. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല.
വത്തിബാഉൽ ജനായിസ്, ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ആ മരിച്ച വ്യക്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജനാസയെ പിന്തുടരലും നമസ്കരിക്കലും, അതുപോലെ തന്നെ അവിടെ കഫൻ ചെയ്ത് അതുപോലെ തന്നെ മറമാടുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. നാട്ടിലൊരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പോകണം. ഞാനിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ അയൽപക്കത്തുള്ള രണ്ടാളുകൾ തമ്മിൽ ഭയങ്കര പ്രശ്നം, 10 കൊല്ലമായി 15 കൊല്ലമായി മിണ്ടണില്ല. അവസാനം അതിലൊരു വ്യക്തി മരണപ്പെട്ടു. അപ്പോൾ മരിച്ചപ്പോൾ ഈ അയൽവാസി ചെന്ന് കണ്ടു, അതിനുവേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചു പോന്നു. അത് വല്ലാത്ത, എത്ര 10 കൊല്ലത്തിനൊക്കെ ശേഷം. ഇത് വെറുതെ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ വെറുത്തു കഴിഞ്ഞാൽ പിന്നീട് അതൊന്ന് മിണ്ടി കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളൊക്കെ പറയാറുണ്ട്, എന്തറിയോ, അതൊക്കെ ഞാൻ മറന്നു എന്ന്, അതൊക്കെ നീ മറക്കണം കേട്ടോ എന്ന്. ഞാൻ പറയുന്നു, ഒരു മനുഷ്യൻ ജീവനോടെ ബുദ്ധിയോടുകൂടി ജീവിക്കുന്നിടത്തോളം കാലം ചില വാക്കുകൾ മറക്കാനൊന്നും കഴിയൂല. പിന്നെന്താ അറിയോ, മറന്നതുപോലെ ജീവിക്കാം, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ചില ഹേർട്ടിങ്, ചില മാനസികമായോ അല്ലെങ്കിൽ ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ടിച്ചാൽ അത് നീ മറക്കണം കേട്ടോ. എങ്ങനെ മറക്കുക? ഇപ്പം നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, ഒരു ഡസൻ കണക്കിന് പ്രയാസങ്ങൾ കിട്ടൂലേ മറക്കാതെ മനസ്സിൻ്റെ ഉള്ളിൽ. അത് നമ്മൾ മറക്കണം എന്ന് വിചാരിച്ചാൽ മറക്കുമോ? ഇല്ലല്ലോ. നമ്മുടെ മൈൻഡ് അള്ളാൻ്റെ അടുത്താണ്, മനസ്സ് അള്ളാൻ്റെ അടുത്താണ്. മുറിവുമ്മ ഓയിൻമെൻറ്റ് തേച്ചാൽ അത് പാടൊക്കെ നീങ്ങിപ്പോവും. പക്ഷെ മനസ്സ് പിന്നെ എങ്ങനെ ജീവിക്കണം എന്ന് വെച്ചാൽ, ഇനി അത് അങ്ങനെ നിൽക്കട്ടെ, അത് ആ ഓർമ്മകളുടെ ആ ഇതളുകൾക്ക് പിറകിലേക്കത് മാറ്റിവെച്ച് ജീവിക്കുക. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ മരിക്കുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിം തൻ്റെ അയൽവാസിയോ കുടുംബത്തിലോ പെട്ട ആരെങ്കിലും മരണപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യതയാണ്. വഇജാബത്തു ദഅവതി, ഒരാൾ ക്ഷണിച്ചു, ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്. അത് തിരക്കടില്ലല്ലേ, കാരണം തിന്നാൻ കിട്ടുന്ന കാര്യമല്ലേ. കല്യാണം, മംഗലം, ഇപ്പം ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നത്, അവിടെ 3-4 ദിവസമൊക്കെയാണ് ഉണ്ടാകുക. ഓരോ പേരിട്ട് മഞ്ഞ കല്യാണം, പച്ച കല്യാണം, കറുത്ത കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളിവിടെ ഒരു പോത്തിനെ അറുത്തു. ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് നല്ല ആഡംബരത്തോടു കൂടി. അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. പക്ഷേ മാന്യമായി നടക്കുന്ന ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലേക്ക് നമ്മളെ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്. വേണമെങ്കിൽ വരാമെന്നല്ല, ഇല്ലെങ്കിൽ അവനോട് പറയണം എനിക്ക് വരാൻ പറ്റൂല, കാരണം ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം പലപ്പോഴും നിങ്ങൾ സ്ത്രീകളാകുമ്പോൾ അത്രത്തോളം അത് എഫക്റ്റ് ചെയ്യൂല. പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു സുബഹിക്ക് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഒരു ചായ കൂടിയൊക്കെ ഉണ്ടാവും. തൊട്ടടുത്ത് ചെറിയൊരു മക്കാനി ഉണ്ടാവും, അവിടെ 4-5 ആളുകളിൽ നിന്നൊരു ചായ. ഒരു ചായ എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപ 20 രൂപേൻ്റെ പ്രശ്നമല്ല, അതിലൂടെ ഒരു ബന്ധം വളരുന്നുണ്ട് ആ നാട്ടിൽ. നിങ്ങൾ വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു കഷ്ടമായി വേറെ അയലോക്കത്തോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് കൊടുത്തു നോക്കി, നിങ്ങൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഓളെ വീട്ടിൽ അതിലും വലുതുണ്ടാവും. പക്ഷെ കൊടുക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സ് അത് നിർവഹിക്കപ്പെടുന്നതോടുകൂടി ബന്ധങ്ങൾ 1-ൽ നിന്ന് 2-ലേക്കോ 2-ൽ നിന്ന് 4-ലേക്കും ഉയരും. ഈ ചില ആളുകളുണ്ട്, ഹോട്ടലിൽ കയറി ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, 10 ആൾ കയറിയാൽ ആരും കയ്യൈ എണീക്കൂല, എത്ര തിന്നാലും ഇത് തീരൂല. കാരണം എന്താ, ആദ്യം നീച്ചാൽ പൈസ കൊടുക്കേണ്ടി വരും. ആദ്യം എണീറ്റാൽ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനെ കരുത്, പൈസ ഇല്ലെങ്കിലും ഇല്ലാന്ന് എന്നോട് പറഞ്ഞാൽ മതി. ഇതിങ്ങനെ വിരലിയുമ്പോൾ സുന്നത്താണ്, പക്ഷെ പൈസ കൊടുക്കാതെക്കാൻ വേണ്ടി ഇവിടെ സുന്നത്ത് എത്രത്തോളം എന്ന് പടച്ചോണ്ടത്തെ അറിയുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യന്മാർ, 1 ഉറുപ്പ്യ ഒരാൾക്ക് ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കാത്ത മനുഷ്യന്മാർ. ഇനി ഒരാൾ വിളിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. വതസ്മീതുൽ ആതിസി, ഒരാൾ തുമ്മി, ആ തുമ്മുന്നതിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ തിരിച്ചെന്താ പറയാ, യർഹമുക്കല്ലാ, തിരിച്ചെന്താ പറയാ, യഹ്ദീകുമുല്ലാ വയുസ്ലിഹു ബാലക്കും അല്ലേ. അൽഹംദുലില്ലാ തുമ്മിയവൻ പറയണം. എന്തേ പറയാൻ കാരണം എന്നറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുമ്മുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഹൃദയം നിന്നു പോകുന്ന, മരിക്കാത്ത സമയത്ത് ഹൃദയം നിന്നു പോകുന്ന ഒരു അവസരം ഉണ്ടെങ്കിൽ അത് തുമ്മുമ്പോഴാണ്. തുമ്മൽ പിടിച്ചു വെക്കാൻ പാടില്ല. ചില ആളുകളുണ്ട്, തുമ്മൽ വന്നിട്ട് അത് പിടിച്ചു വെച്ചിട്ട് ഉള്ളിൽ തന്നെ അടക്കി നിർത്തും. പല നരമ്പുകൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. വെറുതെ പറയണല്ല, കുറഞ്ഞ നിമിഷത്തേക്കാണെങ്കിലും മൈക്രോ സെക്കൻഡിലേക്കാണെങ്കിലും ഹൃദയത്തിൻ്റെ ഫങ്ഷൻ നിന്നു പോകുന്ന ഒരു ഘട്ടമാണ് തുമ്മൽ. എത്ര ആളുകൾ മരണപ്പെട്ടു പോയ വാർത്ത കേട്ടിട്ടുണ്ടല്ലേ, തുമ്മിയത് പിടിച്ചു വെച്ചാൽ. ഇതിങ്ങോട്ട് തെറിച്ച് വരേണ്ട വസ്തുക്കളെ പിടിച്ചു വെക്കുമ്പോൾ അത് തലച്ചോറിലേക്ക് കയറും, അല്ലെങ്കിൽ വേറെ വഴി സ്വീകരിക്കും.
അത് മനുഷ്യൻ്റെ ജീവിതത്തിനെ അപകടപ്പെടുത്തും. അതുകൊണ്ട് തുമ്മിക്കഴിയുമ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു, അൽഹംദുലില്ലാ പറയുന്നു. പിന്നെ ഉറങ്ങി എണീറ്റാ പറയണ്ട അൽഹംദുലില്ലാ, അതേ അൽഹംദുലില്ലാ തന്നെ പറയണം. അപ്പോൾ അത് കേൾക്കുമ്പോൾ യർഹമുക്കല്ലാ, അള്ളാഹു നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കാരുണ്യം നൽകട്ടെ. ഇനി അവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാത്തൊരിത് പറയാം. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആളുകളൊക്കെ എന്താ പറയാ? യർഹമുക്കല്ലാ. യർഹമുക്കല്ലാ പറഞ്ഞാൽ അള്ളാഹു നിന്നെ കാരുണ്യം ചെയ്യട്ടെ, നിന്നോട് കാരുണ്യം ചെയ്യട്ടെ. അപ്പം ഈ മനുഷ്യൻ തിരിച്ചു പറയുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? വയഹ്ദീക്കുമുല്ലാ, വയഹ്ദീക്കല്ലാ എന്നല്ല. അത്രയും മൈന്യൂട്ട് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോളി. വയഹ്ദീക്കുമുല്ലാ, നിങ്ങളെ എല്ലാവരെയും അള്ളാഹു ഹിദായത്തിലാക്കട്ടെ. ഇങ്ങോട്ട് പറഞ്ഞപ്പോഴോ തുമ്മിയത് ഒരാളാ, ഇതിന് മറുപടി പറഞ്ഞത് എത്ര ആള്? കേട്ടോനൊക്കെ പറഞ്ഞേക്കും. അപ്പം എല്ലാവർക്കും അള്ളാഹിൻ്റെ ബർക്കത്തിട്ടെ. വയഹ്ദീക്കുമുല്ലാ, അള്ളാഹു നിങ്ങളെ ഹിദായത്തിലാക്കട്ടെ. പിന്നെന്താ? വയുസ്ലിഹ് ബാലക്കും, നിങ്ങളുടെ കാര്യങ്ങൾ നന്നാക്കി തീർക്കുമാറാകട്ടെ. അതാണ് ഇസ്ലാമിൻ്റെ മഹത്വം എന്ന് പറയുന്നത്. എല്ലാവർക്കും നന്മ, എല്ലാവർക്കും നന്മ, എല്ലാവർക്കും നന്മ. അങ്ങനെ ഒരു ജീവിച്ചാണ്ടല്ലോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളെ അള്ളാഹിനോട് വല്ലാതെ പ്രാർത്ഥിക്കും, പഠിച്ചവനെ ആ സ്ത്രീ മരിച്ചല്ലോ റബ്ബേ പുറത്തു കൊടുക്കണേ, അങ്ങനെ പറയിപ്പിക്കണം. ഇത് ഒരു നമ്മളെ കുറിച്ച് മരിച്ചു നിൽക്കുമ്പോൾ മാഷാ അല്ലാഹ് പറയാൻ വയ്യാത്തതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവില്ല, വേറെ ഒക്കെ മനസ്സിൻ്റെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ആകരുത്. അത് ഒരാളും തന്നെ നമ്മളെ കൊണ്ട് അങ്ങനെ ഒരിക്കലും തന്നെ പറയിപ്പിക്കരുത്. ഇനി രണ്ടാമത്തെ ഹദീസ്, ഒരാൾ ജനാസയെ പിന്തുടർന്നു പോകുമ്പോൾ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊദുൽ മർദാ, നിങ്ങൾ രോഗികളെ നിങ്ങൾ സന്ദർശിക്കണം, വത്തബിയുൽ ജനാസ, നിങ്ങൾ ജനാസയെ പിന്തുടരുകയും ചെയ്യണം, തുദക്കിറുകുമുൽ ആഖിറ, നിങ്ങൾക്കത് പരലോകത്തെക്കുറിച്ചുള്ളൊരു ബോധമുണ്ടാക്കും, പരലോകത്തേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ഒരു മയ്യത്ത് ഒരു ബോധമുണ്ടാക്കി തരും. വീട്ടിൽ നിന്നിറങ്ങുന്ന 3 കഷ്ടം തുണിയിലാണ് പൊതിഞ്ഞെടുത്തിട്ടുള്ളത്. എല്ലാ നിലക്കും തന്നെ സകലമാന കൂത്താട്ടങ്ങളും സകലമാന ഡാൻസുകളുമൊക്കെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കടന്നു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊക്കെ നിശ്ചലമാകുന്ന ഒരു ദിവസം വരാനുണ്ടെന്നും എന്നിട്ട് കർമ്മങ്ങൾ മാത്രം റബ്ബിൻ്റെ മുമ്പിൽ കൃത്യമായി പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ലോകത്തേക്കുള്ള മടക്കമാണ്. വീട്ടിൽ നിന്ന് പലരും ഇറങ്ങിപ്പോയിട്ടില്ലേ? വീട്ടിൽ നിന്ന് പലരും തന്നെ നമ്മളെ എല്ലാ നിലക്കും സ്നേഹിച്ച പല ആളുകളും ഇന്ന് ആറടി മണ്ണിൻ്റെ ചുവട്ടിലല്ലേ? അതേപോലെ തന്നെ ഒരിക്കൽ നമ്മളും പോകും, അത് ഉറപ്പാണ്. ഏത് സമയത്താണ് എന്നുള്ളത് മാത്രമേ നമുക്കറിയാൻ ബാക്കിയുള്ളൂ. എന്തായാലും ഇവിടുന്ന് പോകണം. നിങ്ങൾ കട്ടിലിൻ്റെ അടിഭാഗമൊക്കെ ഇങ്ങനെ അടിച്ചൊരു തൂത്ത് വൃത്തിയാക്കൂലേ? അപ്പോൾ ആ കട്ടിലിൻ്റെ അടിയിലൊന്ന് മലന്ന് കടന്നു നോക്കുകൊണ്ടി, അത്ര കബറിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ മേലെ കല്ല് വെക്കും. മരിച്ചൊരാൾക്ക് അവിടുന്ന് പിന്നെ എണീക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത് അത്ര ഗ്യാപ്പ്, ഞാൻ ഖബറിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിലൊന്ന് കടന്നു നോക്കുകൊണ്ടി, എന്നിട്ട് ഇരുട്ടിലൊന്ന് കിടന്നാൽ അറിയാം. നമ്മൾ എവിടെ ആഖിറത്തെക്കുറിച്ച് ബോധ്യം നമുക്കുണ്ടാക്കി തരുന്നുവോ ആ സാഹചര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി ഒരാൾ നിസ്കരിച്ചു, വേറൊരാൾ നിസ്കരിച്ച് മറമാടി, രണ്ടാളും തിരിച്ചു പോകുന്നു, 2 പ്രതിഫല. മയ്യത്തിനെ കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കൂലിയൊന്നുമില്ല കേട്ടോ. പല ആളുകളും അങ്ങനെ മയ്യത്തിനെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ കുടുംബം തെറ്റും, എനിക്ക് കാട്ടി തന്നിട്ടില്ല, അങ്ങനെ സംഭവം ഇസ്ലാമിലില്ല. മയ്യത്തിനെ കാണുക എന്നുള്ളതിനൊരു പ്രത്യേക കൂലിയില്ല. പിന്നെന്താ അറിയോ? ഇത്രയും കാലം എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂട്ടുകാരനായി അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്ത വ്യക്തി അവസാനം പോവുക, ഒന്ന് കാണുക, പിന്നെ കൂലിയുണ്ട്. അതെന്താ അറിയോ? മയ്യത്തിനെ കാണുമ്പം ഒരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥന. നമ്മുടെ നാട്ടിലെ അബൂബക്കർ മരിച്ചാൽ അല്ലാഹുമ്മ ഗ്ഫിർലി അബീ ബക്കർ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ. നമ്മുടെ നാട്ടിലെ ആമിന മരിച്ചാൽ അല്ലാഹുമ്മ ഗ്ഫിർലി ആമിന വർഫഅ ദറജതഹാ ഫിൽ മഹ്ദിയീൻ എന്ന് തുടങ്ങിയൊരു പ്രാർത്ഥന. അവിടെ പേര് വെച്ച് പ്രാർത്ഥിക്കാൻ ഇത് നമുക്കറിയോ? മരിച്ചെടുത്ത് ഖുർആനോ താൻ അറിയില്ലേ? അറിയും. അത് പഠിപ്പിച്ചു, ഇത് പഠിപ്പിച്ചില്ല. അത് വേണ്ട, ഇത് വേണം. അതാണ് ദീനും ദീനിനെ കൊണ്ടെടുക്കണമല്ലോ തമ്മിലെ വ്യത്യാസം. വേണ്ടാത്ത എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും, വേണ്ടതൊന്നും പഠിപ്പിക്കൂല. എത്ര ആളുകൾ നിങ്ങൾ കുടുംബത്തിൽ മരിച്ചിട്ടുണ്ട്, ഈ പ്രാർത്ഥന ഒരിക്കലെങ്കിലും ചൊല്ലാൻ അവസരം തന്നു നിങ്ങൾക്ക്? ഞങ്ങളുടെ നാട്ടിലൊരു പള്ളി ഉണ്ടാക്കി, പള്ളി പെണ്ണുങ്ങളെല്ലാം പണ്ടം പിരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. അവസാനം ഓൽക്കൊരു ഓഫർ കൊടുത്ത 1.5-2 ലക്ഷം റുപ്യേൻ്റെ പണ്ടം കൊടുത്തിട്ട് കിട്ടിയ ഓഫർ എന്താ അറിയോ? ഉദ്ഘാടനത്തിന് പെണ്ണുങ്ങൾക്ക് അതിലൊന്ന് കയറി ഇറങ്ങാൻ. നിങ്ങൾ നോക്കി, അതിൻ്റെ മുമ്പും കയറാൻ പറ്റില്ല, അതിൻ്റെ ശേഷവും കയറാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി ഇറക്കി. അപ്പോൾ പള്ളി ആറാമില്ല, കാരണം പണ്ടം കിട്ടിയിരിക്കണം.
ഇത് വെറുതെ എവിടെയെങ്കിലും നടന്നാൽ. എൻ്റെ നാട്ടിൽ എൻ്റെ വല്യമ്മയും എൻ്റെ വല്യപ്പയും ഞങ്ങളുടെ നാട്ടിൽ മറമാടി കിടന്ന എൻ്റെ ഉപ്പയുടെ ഉമ്മ, എൻ്റെ ഉമ്മയുടെ ഉപ്പ, എൻ്റെ ഉമ്മയുടെ ഉമ്മ, എൻ്റെ മൂത്താപ്പ, ഇങ്ങനെ തുടങ്ങി കുടുംബത്തിലുള്ള ഒന്നിനൊന്ന് ഖബറാണ് അവിടെ. എന്ന് ഞാൻ പറഞ്ഞതെന്നറിയോ, ഞങ്ങളുടെ തറവാട് പള്ളി, ആ പള്ളിയിൽ പിരിച്ചുണ്ടാക്കി നല്ല ഉഷാറാക്കി പെണ്ണുങ്ങളെ ഒരു വാതിൽക്ക് കൂടെ കയറ്റി അടുത്ത വാതിൽക്ക് കൂടെ ഇറങ്ങി ഒരു മാഷാ അല്ലാ എന്നൊക്കെ പറഞ്ഞു പോയി. പിന്നെ ആ പള്ളിക്ക് കയറ്റാൻ അയച്ചിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക, യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം അതെവിടുന്ന തെളിവ്? അങ്ങനെ തെളിവുണ്ടോ? അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്ത് യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ സ്ഥലം മസ്ജിദ് നബിയിൽ ഒരൊറ്റ സ്ഥലമുള്ളൂ. ഇനി ഇവിടെല്ലാം അങ്ങനെയാണ്. യാത്രക്കാരിയാണെന്ന് എന്തോറപ്പ്? അവിടെ ടിക്കറ്റ് മുറിച്ച് നോക്കാൻ ആളുണ്ട്. അവിടെ ഇത് വരുന്ന അവിടെ ഞാൻ കോഴിക്കോട്ട് നിന്ന് എന്നാ എൻ്റെ ടിക്കറ്റ് ഉണ്ടാ നോക്കാൻ ആളുണ്ടോ? ഏത് പെണ്ണും കയറി നിസ്കരിക്കൂലേ? ഒരു ലോജിക്കുമില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്ന ലോകത്ത് നിന്ന് ഇസ്ലാമിൻ്റെ കൃത്യമായൊരു വീക്ഷണത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചോളി. ഇസ്ലാമിൽ പെണ്ണിന് പള്ളിയിൽ പോകും പിടിച്ചുകൊണ്ട് ആടിനെ വെള്ളത്തിൽ കുറക്കണ അരി ഇറക്കണമെന്നൊന്നുമില്ല. ഒരു പെണ്ണിന് വേണം പള്ളിയിൽ പോകണമെന്ന് തോന്നുകയാണെങ്കിൽ പോകാം, തടയാൻ പറ്റൂല, അത്രേ ഉള്ളൂ. അത് ഹറാമും അല്ല വാജിബും അല്ല. നിസ്കരിച്ചാൽ അതിൻ്റെ കൂലി ആ പെണ്ണിന് കിട്ടും. ഞാനിവിടെ പറയുന്നത് ചില സ്ഥലത്ത് സ്ത്രീകൾക്ക് മയ്യത്ത് നിസ്കാരം പോലും വിലക്കപ്പെട്ടിട്ടുണ്ടാവും. പെണ്ണുങ്ങൾക്ക് മയ്യത്ത് നിസ്കരിക്കാൻ അയക്കൂല. എവിടുന്നാ ഈ ദീനൊക്കെ കിട്ടുന്നത്? മയ്യത്ത് നിസ്കരിക്കാൻ അയക്കാത്ത സ്ഥലങ്ങളുണ്ട് സ്ത്രീകൾക്ക്. ഉഹദ് മലയോളം വരുന്ന ഒരു ഖീറാത്ത് പ്രതിഫലമാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളിൽ നിന്ന് ഈ പറയുന്ന ആളുകൾ, പേര് പറയുന്നില്ല, ഈ പറയുന്ന ആളുകൾ തട്ടിയെടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഇങ്ങനെ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മൻ ശഹിദൽ ജനാസ, ഒരാൾ ആരെങ്കിലും മരണപ്പെട്ട ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നു, ജനാസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാക്ഷ്യം വഹിക്കുന്നു, ഹത്താ യുസല്ലി അലൈഹാ ഫലഹു ഖീറാത്ത്, എന്നിട്ട് അവൻ ആ മയ്യത്ത് നമസ്കരിക്കുന്നത് വരെ അവിടെ നിൽക്കുകയും മയ്യത്ത് നമസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് അവൻ തിരിച്ചു പോരുന്നതെങ്കിൽ ഫലഹു ഖീറാത്തുൻ, അവനൊരു ഖീറാത്ത് കൂലിയുണ്ട്. വമൻ ശഹിദ ഹത്താ തുദ്ഫന, ഇനി ഒരാൾ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി പങ്കെടുത്തു, എന്നിട്ട് വീണ്ടും അവിടെ തന്നെ നിന്നു, എന്നിട്ട് മയ്യത്ത് ഖബറടക്കിയിട്ട് തസ്ബീത്തും ചൊല്ലി അവസാനത്തെ 3 പിടി മണ്ണും ഇട്ടിട്ടാണ് അവൻ തിരിച്ചു പോകുന്നതെങ്കിൽ കാനലഹു ഖീറാത്താനി, അവന് 2 ഖീറാത്ത് കൂലിയുണ്ട്. ഇതിൽ ഒന്നാമത്തെ ഖീറാത്ത് പെണ്ണിനും ആണിനും ഒക്കെ ഉണ്ട്. രണ്ടാമത്തെ ഖീറാത്ത് പുരുഷന്മാർക്കാണ്. ഒന്നാമത്തെ ഖീറാത്ത് എന്താ? നിസ്കരിച്ചാൽ ഒരു ഖീറാത്ത്. ഖീറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, വമൽ ഖീറാത്താനി, എന്താണ് റസൂലേ 2 ഖീറാത്ത് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, മിസ്ലുൽ ജബലൈനിൽ അദീമൈൻ, 2 വലിയ പർവ്വതങ്ങൾ കണക്കെയുള്ള പ്രതിഫലമാണ്. മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത് ഉഹദ് മലയോളമാണ്. ഉഹദ് മലയോളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഖീറാത്തിൻ മിസ്ലു ഉഹദ്, ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു ഉഹദ് മലയുടെ അത്രയും വിശാലമായ പ്രതിഫലമാണ്. ഉഹദ് മലൻ്റെ നീളം എത്ര അറിയോ? 7 കിലോമീറ്റർ. വീതി എത്ര അറിയോ? 3 കിലോമീറ്റർ. ഉയരം എത്ര അറിയോ? 1 കിലോമീറ്റർ. 1070 മീറ്റർ. 7 കിലോമീറ്ററാണ് ഒരു മിനിമം ചാർജ് ബസ്സിൽ കയറിപ്പോയാൽ. ഇവിടെ അത്രയും പ്രതിഫലം. ഇതൊക്കെ പരലോകത്ത് വരുമ്പോണ്ടല്ലോ. പരലോകത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഇത് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചു കേട്ട് പോകുകയല്ല വേണ്ടിയത്. ഞാൻ അടക്കല്ല ആളുകൾ. പരലോകത്ത് എല്ലാവരെയും മഹ്ശറിൽ ഇങ്ങനെ നിർത്തുമ്പോൾ ഞാൻ അടക്കല്ല ആളുകൾ കൊതിച്ചു പോകണമെന്നറിയോ? പഠിച്ചോനെ, ഒരു 2 റക്അത്ത് കൂടുതൽ നിസ്കരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു 2 റക്അത്ത്, ഒരു 10 റുപ്യ, ഒരു 2 രൂപ അന്ന് ആ ചോദിച്ചു വന്ന കുട്ടിയുടെ കയ്യിലൊന്ന് വെച്ചു കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു കൈകൾ ഉയർത്തി പടച്ചോനെ നിന്നോട് ഒരു ദുആ നടത്തിയിരുന്നെങ്കിൽ, ഇബാദത്താണ്, ഒരു ദുആ നടത്തിയിരുന്നെങ്കിൽ എനിക്ക് എത്ര കൂലി കിട്ടുമായിരുന്നു. ആളുകൾ ഇങ്ങനെ സ്വർഗത്തേക്ക് പോകും. അവരുടെ നാട്ടിലുള്ള, നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ സ്വർഗത്ത് പോകുക. അവരൊക്കെ ഓരോ നമ്മളറിയാതെ, നമ്മൾ പലരും പൊട്ടന്മാരായി ഇങ്ങനെ ജീവിക്കുക, എല്ലാവരും നമ്മളെപ്പോലെയാണെന്ന്. അല്ല, നമ്മളൊക്കെ ഒരേപോലെ ഒരേ കിണറിൻ്റെ പക്കത്ത് നിന്നിട്ട് ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾ, അതിൽ 1 or 2 സ്ത്രീകൾ ചിലപ്പോൾ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടാവും. നമ്മളത് നിസ്കരിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ സുബഹി നിസ്കരിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം അടുത്ത് മിനിയാന്നിട്ട് അതിൻ്റെ തലേ ദിവസം പള്ളിയിൽ ളുഹറിന് കയറിയപ്പോൾ ഒരുത്തനുണ്ട് ബാക്കിൽ നിന്ന് നിസ്കരിക്കുന്നു. ജമാഅത്തിന് കൂടാൻ പറഞ്ഞപ്പോൾ പറഞ്ഞെന്തറിയോ? സുബഹി നിസ്കരിക്കുകയാണ്. എപ്പോൾ? 2 മണിക്ക്.
അത് നമ്മളെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര നിസ്കാരം ഒഴിവാക്കിയല്ലോ കളാ വീട്ടിയാൽ മതി. എവിടുന്നാണ് കിട്ടിയത്? ഒരു കളാ വീട്ടിൽ ഇസ്ലാമിലില്ല. കളാ വീട്ടിലുണ്ട് എപ്പോഴെന്നറിയോ? ഒരാളാണ്ട് ഉറങ്ങിപ്പോയി നിൽക്കുക, അല്ലെങ്കിൽ ഒരു ഷൊഗുലിൽ ഒരാളെ നമ്മളിങ്ങനെ സുബഹിക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ബാങ്ക് കൊടുത്ത് ആ സമയത്ത് പെട്ടെന്നൊരു വിളി വന്നു, ഇതാ ഇന്ന ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, ICUവിലാണ്. വണ്ടി എടുത്തിട്ട് പോയി സുബഹിയാണ് മറന്നു എന്ന് വെക്കുക, അയാൾക്ക് കളാ വീട്ടാം. അല്ലാതെ കളാ വീട്ടിലൊരു പണിയാക്കി എടുത്ത കുറേ ആൾക്കാരുണ്ട്. പണിയൊക്കെ കയറി കഴിഞ്ഞിട്ട് ഇവൻ തുടങ്ങുന്ന നിസ്കാരം സുബഹി, ലൊഹർ, അസർ, മഗ്രിബ്, ഇശ, ഒരു 10-25 റക്അത്ത് ഒരുമിച്ച്. ആ ഖളാ ഇസ്ലാമിലില്ല. നിങ്ങൾ കാര്യങ്ങൾ ശരിക്കും പഠിച്ചോളി. ഏതായിരുന്നാലും ഇങ്ങനെയുള്ള ഖീറാത്തുകൾ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഇസ്ലാം ചില കൃത്യമായ പരിധി വെച്ചിട്ടുണ്ട്. അതൊരിക്കലും നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല. നിങ്ങളെ ശാരീരിക ഘടന അങ്ങനെയാണ്. ശാരീരിക ഘടന അങ്ങനെ. അതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം. ഇന്നലെ നടന്നൊരു സംഭവം. ഈ പറഞ്ഞ ഞാൻ ഈ പള്ളിയെന്ന് പറയില്ല, കാസർഗോഡ് ജില്ലയിലാണ്. ഇങ്ങനെ യാചിച്ച് വരും. യാചിച്ച് വരുമ്പോൾ സ്ത്രീകളുണ്ടാവും. ബാങ്ക് കൊടുത്താലും പള്ളി കയറൂല. ഒറ്റ പെണ്ണുങ്ങൾ പള്ളി കയറും. ഒക്കെ ഇന്ത്യക്കാരും ഈ കാലം. അപ്പോൾ ചില ആളുകളോട് ഞങ്ങൾ പറയും നിസ്കരിച്ചിട്ട് വന്നോ, എന്നിട്ടല്ലേ പൈസ ചോദിക്കേണ്ടി വരും. അതിൽ ഇന്നലെ ഒരു സ്ത്രീയോട് അങ്ങനെ സംസാരിച്ചു. അപ്പോൾ സംസാരിക്കുമ്പോൾ പിന്നീട് മാർക്കറ്റിലൂടെ പോയപ്പോൾ ആ ലേഡി വിളിച്ചിട്ട് പറഞ്ഞു ഹിന്ദി അറിയിച്ചു. ഹിന്ദി അറിയാമെന്നു. അപ്പോൾ അവർ പറഞ്ഞെന്തറിയോ, ഞങ്ങൾ സ്ത്രീകളല്ലേ, ഞങ്ങൾക്ക് അതിൻ്റെ ചില പ്രയാസങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോൾ ശരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ അത് നിങ്ങളെ വിഷയം മാത്രം. ബാക്കിയുള്ള സ്ത്രീകൾ എല്ലാവരും അങ്ങനെയല്ല. എല്ലാ സ്ത്രീകളും അവിടെ വന്നിട്ട് പൈസ വാങ്ങും, പള്ളി കയറില്ല. സ്ഥിരമായി നോമ്പിനൊക്കെ സ്ഥിരം. ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ചില പ്രശ്നങ്ങളുണ്ട്. അവിടെ ഒരിക്കലും തന്നെ ഇസ്ലാം അവരെ നിർബന്ധിച്ചിട്ടുമില്ല. പല ആളുകളും പറയും ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പകുതിയെ സ്വത്തുള്ളൂ എന്ന്. നിങ്ങൾക്ക് അത് കിട്ടിയ നിങ്ങൾ കഴിച്ചില്ലായില്ലേ? ഒരു സ്വത്തും കൊടുക്കാത്തൊരു നാട്ടിലാണ് ഇസ്ലാം എന്ത് ചെയ്തത്? പകുതി കൊടുത്തത്. ബാപ്പ മരിച്ചാൽ ബാപ്പാൻ്റെ പെണ്ണുങ്ങൾ അനന്തരം എടുത്തിനി മക്കൾ അറിയുന്നത്, അതായത് മനെ. അങ്ങനത്തെ നാട്ടിലാണ് പെണ്ണിന് പകുതി സ്വത്ത് കൊടുത്തത്. ഇനി ആ സ്വത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? നിങ്ങൾ വീട്ടിൽ ആണുങ്ങളുണ്ട്, നിങ്ങളെ ഭർത്താവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സഹോദരനുണ്ടെങ്കിൽ ബാപ്പുണ്ടെങ്കിൽ ഇവരൊക്കെ പോറ്റേണ്ടത് നിങ്ങളെയാണ്. നിങ്ങൾ ആരെയും പോറ്റണ്ട. ഒരു 10,000 ഉറുപ്യ കിട്ടി നിൽക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ പോകണം. ആ 10,000 നിങ്ങൾ എടുക്കണ്ട. നിങ്ങളെ കൊണ്ടുപോകേണ്ട ആരും ഉത്തരവാദിത്തം അറിയോ? അവിടെ അല്ല, പാവപ്പെട്ട ആണിൻ്റെ ഉത്തരവാദിത്തം. ഞാൻ അങ്ങനെ പറയും, പാവപ്പെട്ട ആണ്. കാരണം ഓൻ്റെ പൈസ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കണം. ഓൻ്റെ 20,000 ഉള്ളൂ, 15,000 ബില്ലായി, പിന്നെ ആകെ 5,000 ഉള്ളൂ. ഇവക്കോ ആകെ 15,000, പുറത്താകെ 15,000 കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ഒരു ഉറുപ്പ്യ ചിലവായിട്ടില്ല. അപ്പോൾ ശരിക്കും ഇസ്ലാങ്ങളോട് ചെയ്തത് നന്മയാണോ തിന്മയാണോ? നന്മ തന്നെയാണ്. എന്ത് സംശയം? എല്ലാ ഭാരവും പുരുഷന്മാരുടെ തലയിലാണ്. അതിനുള്ള ആർജവും അതിനുള്ള തൻ്റെ ഇടവും അതിനുള്ള കഴിവും അതിൻ്റെ റുഷ്ദും ഒക്കെ റബ്ബ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ, ഹലാലായ രൂപത്തിൽ ചിലവാക്കാം. ഇതൊന്നും ആളുകൾക്ക് അറിയില്ല. എന്നിട്ട് സ്ത്രീയിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഇത്ര കുറവാണ്, ഇസ്ലാമിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ സംസാരിക്കും. ഞാനിങ്ങനെ ഇടയ്ക്ക് പല ആളുകളും ഇവിടെ ഉള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക. മറ്റൊന്ന്, അനാഥ അഗതികൾക്ക് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇനി അതിനുള്ള ഹദീസുകൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു പരിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ കാണാം, ഫലക് തഹമൽ അഖബ. നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഫലക് തഹമൽ അഖബ. ആ മലമ്പാത അവൻ പിന്തുടർന്നിട്ടില്ല, അതിനെ താണ്ടിക്കടന്നിട്ടില്ല. വമാ അദ്റാക മൽ അഖബ. ആ മലമ്പാത എന്താണെന്ന് താങ്കൾക്കറിയുമോ റസൂലേ? ഫഖു റഖബ. അത് അടിമയെ മോചിപ്പിക്കലാണ്. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ. പ്രയാസമുള്ള കാലഘട്ടങ്ങളിൽ തൻ്റെ കീസയിൽ നിന്ന് പണം ചിലവഴിച്ച് പാവപ്പെട്ടവരെ സഹായിക്കലാണ്, ഭക്ഷണം നൽകലാണ്. യതീമൻ ദാ മഖ്റബ. പ്രയാസപ്പെട്ട് നിൽക്കുന്ന യതീമക്കളെ പോറ്റലാണ്. ഔ മിസ്കീനൻ ദാ മത്റബ. അതുപോലെ തന്നെ കഷ്ടത അനുഭവിക്കുന്ന ഭക്ഷണമില്ലാത്ത പാവങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കലാണ്. അലി ഇബ്നു സൈനുൽ ആബിദീൻ എന്ന് പറയപ്പെടുന്ന സൈനുൽ ആബിദീൻ അലി റളിയല്ലാഹുവിൻ്റെ മകനാണ്, അല്ലെങ്കിൽ പേരക്കുട്ടിയാണ്. ഒരു നാട്ടിൽ അദ്ദേഹം ഇങ്ങനെ മദീനത്ത് ഇങ്ങനെ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. ഒരു ദിവസം ഈ സൈനുൽ ആബിദീൻ എന്ന് പറയപ്പെടുന്ന ഈ സ്വഹാബി അല്ലെങ്കിൽ താബി മരണപ്പെട്ടു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചരിത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട്. ഇദ്ദേഹം മരണപ്പെട്ടു.
അങ്ങനെ 3 ദിവസം കഴിഞ്ഞപ്പോൾ മദീനയിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ വന്നു. എന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ലല്ലോ. ഈ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടിട്ട് അദ്ദേഹത്തെ മയ്യത്ത് ഇങ്ങനെ കുളിപ്പിക്കുമ്പോൾ ആ കുളിപ്പിച്ച ആളുകൾ റിപ്പോർട്ട് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ 2 തോളിലും നല്ല തഴമ്പുണ്ട്. തഴമ്പ് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു വസ്തുവിനെ ഇങ്ങനെ പിടിച്ച് അവിടെ ഇങ്ങനെ കനം വന്നു. ആർക്കും അറിയണില്ല, കാരണം അദ്ദേഹം ചുമട്ടുകാരനൊന്നല്ല. അങ്ങനെ മറമാടി പിന്നെ ഒരു 3-4 അല്ലെങ്കിൽ ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ കുറേ ആളുകളുണ്ട് മദീനയിലേക്ക് വരുന്നത്. അപ്പോൾ അന്നത്തെ ഖലീഫ ചോദിച്ചു, എന്ത് നിങ്ങളുടെ പ്രശ്നം എന്താണ്? അപ്പോൾ അവർ പറഞ്ഞതറിയോ, ഞങ്ങളുടെ കുട്ടികൾ വിശന്ന് കരയാൻ തുടങ്ങി. ഞങ്ങൾക്ക് എന്നും ഞങ്ങളുടെ വീടിൻ്റെ പടിക്കൽ കൊണ്ടുവന്നിരുന്ന ഗോതമ്പിൻ്റെയും അതുപോലെ തന്നെ മറ്റുള്ള ഭക്ഷണ സാധനങ്ങളുടെയും ചാക്ക് കെട്ടിപ്പോൾ കാണുന്നില്ല. ഈ മദീനയിൽ ആരെങ്കിലും മരണപ്പെട്ടു പോയോ? അപ്പോൾ പറഞ്ഞു, ഈ സൈനുൽ ആബിദീൻ എന്ന് പറയപ്പെടുന്ന അലി എന്ന് പറയപ്പെടുന്ന അലി റളിയല്ലാഹുവിൻ്റെ പേരക്കുട്ടി മരണപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് ഈ തഴമ്പെന്തറിയോ, രാത്രി ചാക്ക് കെട്ട് കൊണ്ടുപോയി പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ തഴമ്പാണ് അവരുടെ ഷോൾഡറിലുണ്ടായിരുന്നത്. അവിടുന്ന് അങ്ങോട്ടാണ് സൈനുൽ ആബിദീൻ, ഇബാദത്തെടുക്കുന്നവരുടെ ഷൈനിങ് സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇബാദത്തെടുക്കുന്നവരുടെ തിളക്കം എന്നാണ് സൈനുൽ ആബിദീൻ എന്ന പേര്. നമ്മൾ കേട്ടിട്ടുണ്ട് സൈനുൽ ആബിദീൻ പേര്. ഇങ്ങനെ ഭക്ഷണം കൊടുക്കുക, ഇത്രയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഒരിക്കലെങ്കിലും കൊടുത്തൂടെ നമുക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രയും കാലമായിട്ട് മനസ്സറിഞ്ഞ് എത്ര ആളുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഭക്ഷണത്തിന് പ്രയാസം ഉണ്ടാവും, നമുക്കൊക്കെ പ്രയാസം ഉണ്ടാവും. എന്നാൽ ഉള്ളതിൽ നിന്ന് ഒരു പിടി നാളെ റബ്ബിൻ്റെ മുമ്പിൽ വരുമ്പോൾ, പടച്ചവരെ എനിക്കില്ലാഞ്ഞിട്ടും ഞാൻ കൊടുത്തല്ലേ റബ്ബേ, എനിക്ക് കൂലി കൂടുതൽ തരണമെന്ന് റബ്ബിനോട് ചോദിക്കണമെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കുന്ന കൈ ഒരിക്കലും തന്നെ ഒരിക്കലും ഇല്ലാതെ നശിച്ചു പോവുകയില്ല, ഒരിക്കലും പോവില്ല. മന്നക്കസത്ത് സ്വതക്കത്തും മിമ്മാൽ, ധനത്തിൽ നിന്ന് സ്വതക്ക ഒന്നും തന്നെ കുറക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുമായി ബന്ധപ്പെട്ട അടുത്തൊരായത്ത്, വയുതഈമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വസീറ. ചില മനുഷ്യന്മാരുണ്ട്, അവർക്ക് ഭക്ഷണം പ്രിയമുള്ളതോടൊപ്പം തന്നെ, അഥവാ വീട്ടിൽ കുട്ടികളുണ്ട് എന്നാലും ചില ആളുകളെ ഭക്ഷിപ്പിക്കുന്ന ചില മനുഷ്യന്മാരുണ്ട്. മിസ്കീനം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നവർ, യതീമിനെ പരിഗണിക്കുന്നവർ, അതുപോലെ തന്നെ ബന്ദികളെ പരിഗണിക്കുന്നവർ. ഇന്നമാ നുതിഉമുകും ലിവജ്ഹില്ലാ, അവർ അല്ലാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഭക്ഷിപ്പിക്കുന്നതെന്ന് അവർ പറയും. അവരിൽ നിന്ന് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, ഒരു താങ്ക്സും പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോൾ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സമയത്ത് നാളെ റബ്ബിന്റെ അരികിൽ സ്വർഗത്തിലെ ചില മണിമാടികൾ ഞങ്ങൾക്ക് വേണമെന്ന ആഗ്രഹത്തോടു കൂടി മാത്രം പടച്ചവനിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ധനത്തിൽ നിന്ന് വല്ലതും കൊടുക്കുന്ന മനുഷ്യൻ, അങ്ങനെയുള്ള ആളുകൾ നാളെ നരകത്തിൽ പോകുന്ന ആളുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന, ഓരോ മനുഷ്യനും താൻ ചെയ്തതിൻ്റെ ഫലമായി നാളെ പരലോകത്ത് വരിക തന്നെ ചെയ്യും. ഇല്ലാ സുഹാബൽ യമീൻ, വലതുപക്ഷത്തിൻ്റെ ആളുകൾ, ഫീ ജന്നാത്തിൻ യതസാഅലൂൻ, അവരിങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ വിരാജിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർ അനിൽ മുജ്രിമീൻ, കുറ്റവാളികളായ നരകക്കാരെ കുറിച്ച് പരസ്പരം ചോദിക്കും. എന്നിട്ട് സ്വർഗത്തിലുള്ള ആളുകൾക്ക് നരകക്കാരെ കാണാം, നരകത്തിലുള്ള ആളുകൾക്ക് സ്വർഗക്കാരെയും കാണാം. പക്ഷേ സ്വർഗം കാണുക സാധ്യമല്ല. ലോകത്ത് അതും കൂടി പറയാം, ലോകത്തെല്ലാ മനുഷ്യന്മാരും എന്ത് ചെയ്യുന്നറിയോ, നരകമൊന്ന് കാണും. മുഅ്മിനും കാണും, എല്ലാവരും കാണും, മുത്തഖീം കാണും. നരകമൊന്ന് കാണും, ശരിക്കും മനസ്സിലാണ്, കാണും. എന്നിട്ടാണ് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തിനെന്നറിയോ? എന്തിനാ? എല്ലാവരും കളിച്ച് രസിച്ച് തിമിർത്ത് നടന്നപ്പോൾ ഞാൻ മാത്രം രാത്രി നിസ്കരിക്കേനി. അപ്പം ഞാൻ എന്തിനാ രക്ഷപ്പെട്ടത് എന്നൊന്ന് ബോധ്യപ്പെടണ്ടേ? അതിന് വേണ്ടി നരകൊന്ന് കാട്ടിക്കൊടുക്കും. അപ്പോൾ അൽഹംദുലില്ലാഹ് പറയും. എല്ലാവരും ഇഷ്ടം പോലെ ജീവിച്ചപ്പോൾ ഞാൻ മാത്രം ചില പരിധികൾക്കുള്ളിൽ ജീവിച്ചു. അപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു പോകുന്ന നരകത്തിൻ്റെ ഭയാനകത എനിക്കൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ, നരകത്തിൻ്റെ അരികിൽ എല്ലാവരും വരിക തന്നെ ചെയ്യും. കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ, അതെല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ളത് റബ്ബിൻ്റെ തീരുമാനമാണ്. എന്നിട്ട് സ്വർഗത്ത് കൊണ്ടുപോകും. അപ്പോൾ നരകത്തിലുള്ള പല ആളുകളും നരകത്തിൽ തന്നെ കിടക്കുകയാണ്. അവരോട് ചോദിക്കുന്നു സ്വർഗത്തിലുള്ള ആളുകൾ, മാ സലകകും ഫീ സഖർ, ഈ സഖർ എന്ന് പറയപ്പെടുന്ന ഭയാനകമായ നരകത്തിൽ നിങ്ങളെ എന്താണ് പ്രവേശിപ്പിച്ചത്? ഖാലു, അവർ പറയുമത്രേ, ലം നകു മിനൽ മുസല്ലീൻ, ഒന്നാമത്തെ നരകത്തിൽ പോകാനുള്ള ഒന്നാമത്തെ കാരണം ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ കൃത്യമായി നമസ്കരിക്കാത്തവരായിരുന്നു. നമസ്കാരം ജീവിതത്തിൻ്റെ പല മേഖല
മേഖലകളും ഞങ്ങൾ ഉപേക്ഷിച്ചു. ഒരു മംഗലം വന്നാൽ നമസ്കാരമില്ല, ഒരു സൽക്കാരം വന്നാൽ നമസ്കാരമില്ല, ഗൾഫിൽ പോകുന്ന ഒരാളുടെ വിഷയവുമായി ബന്ധപ്പെട്ടാൽ പിന്നീട് നമസ്കാരമില്ല, വീട്ടിലെന്തുണ്ടെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും പിന്നെ നമസ്കാരമില്ല. എന്നാൽ അതേ സമയത്ത് തങ്ങളുടെ സ്റ്റോർ റൂമിൽ പോയി നമസ്കരിക്കുന്ന വീട്ടുമ്മമാർ മറുഭാഗത്തുണ്ട്. അതുപോലെ തന്നെ നമസ്കാരത്തിന് വേണ്ടി ചെറിയ റൂം, വീടിൻ്റെ അടിത്തറ ഉണ്ടാക്കുമ്പോൾ തന്നെ നമസ്കാരത്തിന് വേണ്ടി റൂം ഉണ്ടാക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ മറന്നു പോകുന്നില്ല. വലം നകുനു തുഇമുൽ മിസ്കീൻ. രണ്ടാമത് നരകത്തിൽ പോകാനുള്ള കാരണം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട്. പാവപ്പെട്ടവരെ ഭക്ഷണം കൊടുത്തില്ല. അതിങ്ങനെ തുടർന്ന് വരുന്നുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മതത്തെ കളക്കമാക്കിയവരെ നീ കണ്ടില്ലേ? ഫദാലിക്കല്ലദീ യദഉൽ യതീം. യതീമിനെ തള്ളിക്കളഞ്ഞവരാണവർ. വലാ യഹല്ലു അലാ തുആമിൽ മിസ്കീൻ. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളുടെ ഭക്ഷണത്തിന് പ്രോത്സാഹനം നൽകാത്തവർ. അങ്ങനെയും ചില ആളുകളുണ്ട്. ഒരു സംഘം ആളുകൾ ഇങ്ങനെ പാവപ്പെട്ട ഒരു കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് വരുമ്പോൾ നിനക്കൊന്നും വേറെ പണിയില്ലെന്ന് ചോദിക്കും. അതോടുകൂടി വന്ന ആളുകൾക്കൊരു പ്രയാസം. അങ്ങനെയുള്ള ആളുകളുണ്ട്. പ്രോത്സാഹനം നൽകുന്നതിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരിക. നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. സുമ്മ ഫീ സിൽസിലത്തിൻ സറഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ. നരകത്തിൽ ഇങ്ങനെ വെറുതെ കൊണ്ടുപോയി തള്ളുകയല്ല, ആദ്യം ഒരു കെട്ടിടുമത്രേ. നരകാവകാശികളെ കൊണ്ടുപോകുമ്പോൾ അവരെ കൈകാലുകൾ ബന്ധിപ്പിച്ചതിന് ശേഷമാണ് കൊണ്ടുപോകുന്നത്. ഖുദൂഹു ഫഉല്ലു. അവനെ പിടിക്കൂ, അവനെ ബന്ധിപ്പിക്കൂ. സുമ്മൽ ജഹീമ സല്ലു. പിന്നെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കൂ. സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹാ 70 ദിറാഅൻ ഫസ്ലുകൂ. എന്നിട്ട് 70 മുഴം നീളമുള്ള ഒരു ചെങ്ങലയിൽ ഇവനെ ബന്ധിപ്പിക്കൂ. നരകത്തിൽ ചെന്നാൽ വീണ്ടും 70 മുഴം നീളമുള്ള ചെങ്ങലയിൽ ബന്ധിപ്പിക്കാം. നമ്മൾ ആ 6 അടി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 5 അടി. നരകം എന്ന് പറയുന്നത് പരലോകത്തെത്തിനോടുകൂടി രൂപം മാറി, ഭാവം മാറി, ശരീരത്തിൻ്റെ ഷേപ്പ് മാറി, അതിൻ്റെ തൂക്കം മാറി, എല്ലാം മാറി. നരകാവകാശികളെക്കുറിച്ച് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് എടുത്ത് അടിച്ചു നോക്കുകൊണ്ടി. അത് മാത്രം മതിയാവും ഒരു പക്ഷേ അന്ന് നമ്മൾ കാണുന്ന തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ. നമ്മൾ ഈ ശരീരം കൊണ്ടൊന്നല്ല നരകത്ത് പോകണത്, സ്വർഗത്തിലും ഇങ്ങനെ തന്നെ ഈ ശരീരം കൊണ്ടല്ല പോണത്. ആള് നമ്മളാണെങ്കിലും വേറെ ഒരു രൂപത്തിലേക്ക് മാറ്റപ്പെടും. മനുഷ്യൻ തന്നെയാണ്, പക്ഷേ ഭീമാകാരന്മാരായ മനുഷ്യന്മാരും സ്ത്രീകളുമായിട്ടാണ് പരലോകത്ത് നരകത്തിൽ പോകുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്തേ കാരണം പറഞ്ഞത്? ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഒന്നാമത്തെ കാരണം പടച്ചവനിൽ അവർക്ക് വിശ്വാസമില്ല എന്നതു തന്നെയാണ്. അത് വളരെ തുറന്ന് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നജാത്തിയുടെ സംസാരം മുഴുവനും കടന്നു പോകുന്നത് ആ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇതെല്ലാം തന്ന പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അവനെ അംഗീകരിക്കാനും അവനെ സ്വീകരിക്കാനും അവനിൽ വിശ്വസിക്കാനും അവനോടൊന്ന് പ്രാർത്ഥിക്കാനും അവൻ്റെ മുമ്പിലൊന്ന് സുജൂദ് ചെയ്യാനും മരിക്കുന്നതിന് മുമ്പ് ഒരു സൗഭാഗ്യം നമ്മളായിട്ട് നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ, അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവരായി മരണപ്പെട്ടു പോയാൽ ആ പടച്ച റബ്ബിൻ്റെ സ്വർഗം ലഭിക്കുമെന്ന് നമ്മൾ ഒരാക്കലും തന്നെ ആഗ്രഹിക്കേണ്ടതില്ല. ഒരു മുഅ്മിനായിരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ലോകത്തിലുള്ള എല്ലാ മുസ്ലിമീങ്ങളും സ്വർഗത്തിൽ പോകുമെന്ന് ഒരാൾക്കും തന്നെ വാദമില്ല. അതിൽ മുഅ്മിനീങ്ങളെ സെലക്ട് ചെയ്യും, അതിൽ തന്നെ മുത്തഖീങ്ങളെ സെലക്ട് ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പേരെന്താണെങ്കിലും ശരി, ഇത് തന്നെ മതി എന്ന് വിചാരിച്ചു നിൽക്കുന്ന ആളുകൾ, ഒന്നാമതായി കാരണമായി അല്ലാഹു പറയുന്നത് ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം. അവർ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടില്ല എന്നതാണ്. വലാ യഹല്ലു അലാ തുആമിൽ മിസ്കീൻ. രണ്ടാമത്തെ കാരണം പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് പ്രോത്സാഹനം നൽകിയില്ല. കൊടുത്തില്ല എന്ന് മാത്രമല്ല, കൊടുക്കണോന്നിട്ട് ഇഷ്ടപ്പെട്ട് അതൊന്നും മോട്ടിവേഷൻ നൽകിയില്ല. ആരെങ്കിലും കൊടുത്താൽ അത് തടയും. നീ എന്തിനാണ് അവരെ കൊടുക്കുന്നത്? അവൻ ഇന്ന സ്ഥലത്തു നിന്ന് റേഷൻ കിട്ടുന്നില്ലേ, ഇന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് പൈസ കിട്ടുന്നില്ലേ, പിന്നെ അവനാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. കൊടുക്കുന്നിടത്ത് ശ്രദ്ധിക്കണം. പക്ഷേ നല്ല രൂപത്തിലാണ് കൊടുക്കുന്നത് എങ്കിൽ അതിനെ മുടക്കുന്ന ആളുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ഭാഗം കൂടി ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാനുണ്ട്. അത് രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ഓർമ്മപ്പെടുത്താം. ഇവിടെ പുതിയതായി വന്ന കുറേ ആളുകളുണ്ട്. നേരത്തെ മജീദ് മദനി സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ ഇത് കേൾക്കണമെന്നൊക്കെ താല്പര്യമുള്ള ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്നത് വന്ന ആളുകൾക്ക് ഈ ഒരു 3 മണിക്കൂർ ഇരിക്കുമ്പോൾ ചെറിയ ഉറക്കമുണ്ടായാലും ആ ഉറക്കം തീർന്നാൽ പിന്നെയും കേൾക്കാനൊരു അവസരം ഉണ്ടല്ലോ. ചെറിയൊരു ഉറക്കം ഉണ്ടെങ്കിലും ഉറക്കം കഴിഞ്ഞാൽ പിന്നെയും കേൾക്കുമല്ലോ.
അപ്പോൾ അതൊരു നന്മയായിട്ട് പരിഗണിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് 1-2 ആളുകളെ കൊണ്ടുവരാം. അതിൻ്റെ റൂൾസൊന്നും ഞാൻ പറയുന്നില്ല. മറ്റേ കല്യാണത്തിന് വിളിച്ച മാതിരി എല്ലാവരും ഓർഡർ എടുത്ത് കൊണ്ടുവരുമുണ്ട എന്ന് ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ ആവർത്തിക്കുകയാണ്. താല്പര്യമുള്ള ആളുകളെ ഇത് കേൾക്കാൻ നമുക്ക് പറയാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് നമ്മുടെ ഖൈറിനെ രേഖപ്പെടുത്തി വെച്ചത്? നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ സഞ്ചരിക്കണം, അങ്ങനെ സഞ്ചരിച്ച് പോകണം. ആ സഞ്ചരിക്കുമ്പോൾ അവിടെ കിട്ടേണ്ട സ്ഥാനത്തെത്തുമ്പോൾ അല്ലാഹ് തരാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കയ്യിലേക്കത് തരും. അവിടെ എത്തണ്ടേ? അതിന് ആളുകൾ ഇതൊന്ന് കേൾപ്പിക്കണ്ടേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂടെ പിറപ്പായ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചിറകായി ജീവിച്ചിരുന്ന പലരും ഇന്ന് 6 അടി മണ്ണിൻ്റെ ചുവട്ടിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർ വിട്ടേച്ചു പോയ സന്തതികൾ അവരെ നല്ല രൂപത്തിൽ ഹലാലായ രൂപത്തിൽ ഹലാലായ സമ്പാദ്യത്തോടു കൂടി പോറ്റി വളർത്താനുള്ള തൗഫീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവരെയും നമ്മെയും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഒരു വിഭാഗം ആളുകൾക്ക് വലതു കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുമ്പോൾ, മറുവിഭാഗം ആളുകൾക്ക് ഇടതു കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുമ്പോൾ, വലതുപക്ഷക്കാരായ വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവർ സ്വർഗത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൂട്ടത്തിൽ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.